ആലപ്പുഴയിൽ സിപിഐയിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു. എതിർ ശബ്ദം ഇല്ലാതാക്കാൻ ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നതായിട്ടാണ് ആക്ഷേപം. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്നവരെ സംഘടനയിൽ നിന്ന് അകറ്റുകയാണെന്നും യുവനേതാക്കൾക്ക് പരിഗണന നൽകുന്നില്ല എന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു. ഈ മാസം 27-ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് വിഷയം ചർച്ച ചെയ്തേക്കും. ശരത് എസ് വിവരങ്ങളുമായി. ശരത്, കഴിഞ്ഞ ദിവസം സിപിഐയുടെ യോഗത്തിൽ നിന്നും മന്ത്രി പ്രസാദ് ഇറങ്ങിപ്പോകുന്ന രൂപത്തിലേക്ക് വിഭാഗീയത ശക്തമായിരുന്നു. ഇപ്പോൾ അതിന്റെ തുടർച്ചയാണോ കാണുന്നത്? സ്മൃതി, അതിന്റെ തുടർച്ചയാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം നിലവിൽ സിപിഐയുടെ സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഗ്രൂപ്പ് പോര് കൂടി ശക്തമാകുന്നത്. പ്രധാനമായും ഒരു വിഭാഗം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആശങ്ക, അതായത് ഈ വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടം മുതൽ സംഘടനയിൽ സജീവമായിരുന്ന നേതാക്കളെ നിലവിലെ നേതൃത്വം തടയുന്നു, അല്ലെങ്കിൽ അവരെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം പ്രധാനമായും ഉന്നയിക്കുന്ന ആക്ഷേപം. അതായത് ജി കൃഷ്ണപ്രസാദ്, എ അജികുമാർ അടക്കമുള്ള സിപിഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇത്തരത്തിൽ ഒതുക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം. അതായത് ജി അജികുമാർ, നമുക്കറിയാം, ജി കൃഷ്ണപ്രസാദ് എന്ന് പറയുന്നത് 2 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെറിയ നാമമാത്രമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ട നേതാവുമാണ്. പക്ഷേ നിലവിലെ സമ്മേളനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ കാര്യമായി പങ്കെടുപ്പിക്കുന്നില്ല. തെക്കൻ മണ്ഡല സമ്മേളനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി എന്നടക്കമുള്ള പരാതികൾ പാർട്ടിയടക്കം ചർച്ചയായിട്ടുണ്ട്. ഒപ്പം എ അജികുമാർ അടക്കമുള്ള നേതാക്കൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാണ് എ അജികുമാറിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇങ്ങനെ പ്രതിച്ഛായ തകർക്കുന്ന രീതിയിലേക്ക് അത്തരം നീക്കങ്ങൾ കൂടി പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാകുന്നെന്ന ചില ആക്ഷേപങ്ങൾ കൂടി വരുന്നു. ഒപ്പം ആലപ്പുഴ നഗരസഭാ വൈസ് ചെയർമാൻ PS M ഹുസൈനെ അടക്കം പാർട്ടി വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. ഈ സിപിഐയും തമ്മിലുള്ള തർക്കത്തിൽ CPIM-നൊപ്പമാണ് നഗരസഭയിൽ CPI ജില്ലാ നേതൃത്വം നിൽക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ പല പ്രതിസന്ധികളും നേതാക്കൾ നേരിടുന്നുണ്ട്. ഒരു വിഭാഗത്തെ അവഗണിക്കാനും ഒഴിവാക്കാനുമാണ് നിലവിലെ ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. ഒപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ മണ്ഡലം സമ്മേളന സമയത്ത് അത് പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. വരുന്ന 27, 28, 29, 30 തീയതികളിലാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനം നടക്കാനിരിക്കുന്നത്. ഈ സമയത്ത് ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ പിരിച്ചുവിട്ട ആലപ്പുഴ മണ്ഡലം സമ്മേളനത്തിലെ പ്രതിനിധികൾ എങ്ങനെ പങ്കെടുക്കുമെന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ താൽക്കാലിക ഹഡ്ഹോക് കമ്മിറ്റിക്കാണ് ചുമതലയുള്ളത്. പക്ഷേ ജില്ലാ കമ്മിറ്റി പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതടക്കമുള്ള ആശങ്കകൾ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ആലപ്പുഴയിലെ CPI-യിലാണ് ഇപ്പോൾ ഗ്രൂപ്പ് പോര് ശക്തമായിരിക്കുന്നത്. ശരി, ശരത് എസ് ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.